കാവടിപ്പുറപ്പാടാണ് നാളെ. ധനുമാസത്തിൽ പൂയം. അതെ, ധനുമാസത്തിലെ പൂയം മുതൽ മകരത്തിലെ പൂയം വരെയാണ് തൈപ്പൂയം നീണ്ടു നിൽക്കുന്നത്. അപ്പോൾ 10 ദേശങ്ങളിലായിട്ട് ഉത്സവത്തിൻ്റെ വരവറിയിച്ചുകൊണ്ടുള്ള കാവടിക്കൂട്ടങ്ങളുടെ ഒരു ഗൃഹത്തിലുള്ള ദർശനമാണ് നമുക്ക് ഈ ഒരു കാവടിപ്പുറപ്പാടോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു ചടങ്ങ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ വീടുകളിലും എത്തി ഉത്സവത്തിൻ്റെ വരവറിയിക്കുക എന്നുള്ളതാണ് ഈ കാവടിക്കൂട്ടങ്ങളുടെ ലക്ഷ്യം. അതാണിപ്പോൾ നാളെ നടക്കുന്നത്. പാലൂർ തൈപ്പൂയ രഥോത്സവം 2026 ജനുവരി 5 തിങ്കളാഴ്ച. നമസ്കാരം. വള്ളുവനാട്ടിലെ നവഗ്രഹ പ്രതിഷ്ഠയുള്ളതും പരശുരാമനാൽ പ്രതിഷ്ഠയുള്ള 108 കളരിയിൽ പ്രധാനപ്പെട്ടതും പഴനി ശ്രീ ദണ്ഡായുധപാണി സ്വാമി ക്ഷേത്രമെന്ന നിലയിൽ പ്രസിദ്ധിയാർജിച്ചതുമായ പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവം 2026 ജനുവരി 5 തിങ്കളാഴ്ച പൂയം നാളിൽ ആരംഭിക്കുന്ന കാവടി പുറപ്പാടോടുകൂടി 2026 ജനുവരി 26 തിങ്കളാഴ്ച അശ്വതി നാളിൽ തൃക്കൊടിയേറ്റത്തോടെ മകരമാസത്തിലെ തൈപ്പൂയ നാളിൽ 2026 ഫെബ്രുവരി 1 ഞായറാഴ്ചയോടുകൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. ആയോധന കലയിൽ അദ്വിതീയനായിരുന്നു കളരി മുൻ കാരണവർ കോമപണിക്കർ. ജ്യോതിഷത്തിലും നഷ്ടം പറയലിലും കേളി കേട്ടിരുന്നു. പണിക്കർ പഴനിയാണ്ടവൻ്റെ ഭക്തനും 101 തവണ കാൽനടയായി പഴനിമല ദർശിച്ച ഭഗവാന്റെ ഇഷ്ടഭക്തനുമായി. വാർദ്ധക്യത്തോടെ പണിക്കർക്ക് പഴനിമലയിൽ ചെന്ന് ഭഗവാനെ ദർശനം നടത്താൻ കഴിയാതെ വന്നു. സാക്ഷാൽ പരമശിവന് പോലും സന്യാസം പ്രവചിച്ച ശ്രീ മുരുകനെ ഭക്തിയോടെ ഉപാസിച്ച് പൂജിച്ചപ്പോൾ പണിക്കരിൽ കനിവ് തോന്നിയ മുരുകൻ പാലൂരിൽ ദർശനം നൽകി. മുരുകനെ ഇഷ്ടപ്പെട്ട ദൈവമായി ആദരിച്ച് കോമപണിക്കർ കളരിയിൽ മുരുകനെ കുടിവെക്കുകയും നിത്യപൂജയും ഉത്സവവും ആരംഭിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പാലൂർ കളരിയിലെ ഇരട്ട സഹോദരന്മാരായ നാരായണ പണിക്കരുടെയും ഉണ്ണികൃഷ്ണ പണിക്കരുടെയും ഇവരുടെ പിതാവായ വലിയ പൂശാലി കൃഷ്ണൻകുട്ടി പണിക്കർ സ്വാമികളുടെയും ജ്യോതിഷ പ്രവചനത്തിൽ സന്തുഷ്ടനായ മുസ്ലിം ദിവ്യനായ വീരാൻ ഔലിയ പട്ടിൽ പൊതിഞ്ഞ ഒരു ഉപഹാരം, ഇത് നിങ്ങൾക്കുള്ളൊരു ബർക്കത്താണ് എന്ന് പറഞ്ഞ് നൽകി അത് ഇന്നും ഒരു നിധി പോലെ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചു വരുന്നു. അവിടെ നിന്നങ്ങോട്ട് മതസൗഹാർദ്ദത്തിനും കളരി പേര് കേട്ടു. കോമപണിക്കരുടെ അചഞ്ചലമായ സുബ്രഹ്മണ്യ ഭക്തിയിലും ചിട്ടവട്ടത്തോടെയുള്ള പൂജയിലും സന്തുഷ്ടനായ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി പാലൂരിൽ കുടികൊള്ളുന്നു എന്ന് തന്നെയാണ് വിശ്വാസം. പാലൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ കാരണവർ ഉണ്ണിയേട്ട ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്ന് പറയുമോ? നമസ്കാരം ഭക്തജനങ്ങളെ, നാട്ടുകാരെ. പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവം 2026 നാളെ ആരംഭിക്കുകയാണ്. നാളെ കാലത്ത് ഭഗവാന്റെ കാവടിപ്പുറപ്പാട് ആരംഭിക്കുന്നു. ജനുവരി മാസം 26-ാം തീയതി കൊടിയേറ്റും. ഫെബ്രുവരി മാസം 1-ാം തീയതി ഞായറാഴ്ച മഹാരഥോത്സവവും കാലത്ത് ഭഗവാന്റെ ഒരു കുടം പാലും പഴവും എന്നുള്ള വർഷത്തിൽ ഒരു ദിവസം മാത്രം നടത്തുന്ന ഒരു വിശേഷ വഴിപാടാണ് ഒരു കുടം പാലും പഴവും. വൈകുന്നേരം മഹാരഥം എഴുന്നള്ളിപ്പ്, മറ്റ് കലാപരിപാടികളും ദിവസവും ഉണ്ടായിരിക്കും. പാലൂർ കളരി
പുരാതന കാലത്ത് തന്നെ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട കളരിയാണെന്നാണ് വിശ്വാസം. കളരിയിലെ 42 കളരിയാണ്, വിദ്യാഭ്യാസ കളരിയാണ്. സർവകലാശാല, ആദ്യത്തെ സർവകലാശാല എന്നാണ് അറിയപ്പെടുക. ക്ഷേത്രത്തിലെ ദേവൻ പളനി സുബ്രഹ്മണ്യനാണ്. ഉപദേവന്മാരായി ഗണപതി, കറുപ്പസ്വാമി, ആഞ്ജനേയസ്വാമി, നവഗ്രഹങ്ങൾ, മധുവീരസ്വാമി, വീരഭദ്രസ്വാമി, ഭദ്രകാളി, ഭുവനേശ്വരി, ഉപദേവന്മാരായി നാഗങ്ങളും സർപ്പക്കാവുകളും ഉൾപ്പെടുന്നതാണ് പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിൽ ജ്യോതിഷമാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കളരിയിൽ തമ്പുലപ്രശ്നം, അഷ്ടമംഗലപ്രശ്നം, സ്വർണ്ണപ്രശ്നം, ജാതകം, കമ്പ്യൂട്ടർ ജാതകം, മംഗളമുഹൂർത്തം എന്നിവ നടത്തുന്നു. എല്ലാ ദിവസവും കാലത്ത് 9 മണി മുതൽ പ്രശ്നം, ജ്യോതിഷം ആരംഭിക്കുന്നു. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ജ്യോതിഷം ഫലം അറിയുന്നതിനായി നാനാജാതി മതസ്ഥരും എത്തിച്ചേരുന്ന ഒരിടമാണിത്. സമാധി മണ്ഡപമാണ്. മുത്തശ്ശൻ്റെ സമാധി മണ്ഡപം. പേര് കൃഷ്ണൻകുട്ടി പണിക്കർ സ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ സമാധി മണ്ഡപമാണ്. നമ്മൾ രാവിലെ തുടങ്ങി ഗണപതി ഹോമത്തോടെ തുടങ്ങിയിട്ട് നാളെ കാവടി പൂജ ഇവിടെ മനയിൽ വെച്ചിട്ട് കാവടി പൂജ ഉണ്ട്. ആറ്റുപുറത്ത് മനയിൽ വെച്ചിട്ട് ആദ്യം നമ്മൾ ദേശത്തെ ഭഗവതി ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവതിയെ വണങ്ങിയതിന് ശേഷം ആറ്റുപുറത്ത് മനയിൽ വന്നിട്ട് കാവടി പൂജിച്ചതിന് ശേഷമാണ് മറ്റുള്ള ഗൃഹങ്ങളിലേക്കൊക്കെ ഈ ഒരു കാവടി പുറപ്പാട് അല്ലെങ്കിൽ കാവടി ഗൃഹ സന്ദർശനം നടത്തുന്നത്. ആ സന്ദർശന വേളയിൽ പിന്നെ അന്നദാനത്തിൻ്റെ അന്നദാനത്തിലുള്ള അരി, പച്ചക്കറി, പല വ്യഞ്ജനങ്ങൾ ഒക്കെ എല്ലാ വീട്ടിൽ നിന്നും സമർപ്പിക്കാറുണ്ട്. അതുകൊണ്ട് അന്നദാനം നിർത്താം. അതുകൊണ്ടാണ് നമ്മളുടെ ഈ ക്ഷേത്രത്തിലുള്ള തൈപ്പൂയത്തിനോട് തൈപ്പൂയം വരെയുള്ള ദിവസങ്ങളിൽ അന്നദാനം, അത് 3 നേരത്തെ അന്നദാനമുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ കാവടികൾ നടക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ, അങ്ങനെയുള്ളതെല്ലാം വെച്ച് നമുക്ക് ഭഗവാന്റെ അന്നദാനം നടത്തുന്നത്. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 കളരിയിൽ പ്രധാനപ്പെട്ടതാണ് പാലൂർ കളരി. നവഗ്രഹ പ്രതിഷ്ഠയുള്ള അപൂർവങ്ങളിൽ അപൂർവ ക്ഷേത്രം. മതസൗഹാർദ്ദത്തെ തൊട്ടുണർത്തി സാന്ത്വനമേകുന്ന ഈ ഉത്സവത്തിന് നാളെ തുടക്കം. ആധാരം